വെൽക്കം ബാക്ക് ടു അറിയാം കോമേഴ്സ്. ഇന്ന് നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ 9ാമത്തെ ചാപ്റ്ററായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററുകളുടെ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് വഴി അവ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലെ പാഠഭാഗങ്ങളുടെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോട്ടുകൾക്ക് സന്ദർശിക്കുക www.ariyamcommerce.in. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്സ്: ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അഥവാ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മാനേജിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് എ ബിസിനസ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ടു ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ധനകാര്യ മാനേജ്മെൻറ്റ്. ധനകാര്യ പ്രവർത്തനങ്ങളിൽ പൊതുവായ മാനേജ്മെൻറ്റ് തത്വങ്ങൾ പ്രയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. It is concerned with efficient acquisition and utilization of funds. It aims at ensuring availability of enough funds whenever required with minimum cost and risk. അതായത് ഒരു സ്ഥാപനത്തിന് ആവശ്യമായ പണത്തിൻ്റെ ശേഖരണവും അതിൻ്റെ ഏറ്റവും വിവേകപൂർവമായ ഉപയോഗവുമാണ് ധനകാര്യ മാനേജ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ധനം അത് ആവശ്യമുള്ള സമയത്ത് ഏറ്റവും കുറഞ്ഞ ചിലവിലും അതുപോലെ തന്നെ നഷ്ടസാധ്യതയിലും ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ജോലി. അടുത്തതായി നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ധനകാര്യ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Financial management is concerned with 3 broad decision areas. First one, investment decisions അഥവാ നിക്ഷേപ തീരുമാനങ്ങൾ. സെക്കൻഡ്, ഫിനാൻസിംഗ് ഡിസിഷൻസ് അഥവാ ധനസമാഹരണ തീരുമാനങ്ങൾ. ആൻഡ് നമ്പർ 3 ഈസ് ഡിവിഡൻഡ് ഡിസിഷൻസ് അഥവാ ലാഭവിഹിത തീരുമാനങ്ങൾ. ഇവയിൽ ആദ്യം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അഥവാ നിക്ഷേപ തീരുമാനം എന്താണെന്ന് നോക്കാം. The investment decision relates to how the firm's funds are invested in different assets. It involves selection of the assets in which funds will be invested by the firm. അതായത് വിവിധ ആസ്തികളിൽ ഒരു സ്ഥാപനത്തിന് ധനം എപ്രകാരം നിക്ഷേപിക്കണം എന്നുള്ള തീരുമാനമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. അത് സ്ഥാപനത്തിന് ധനം നിക്ഷേപിക്കാനുള്ള വിവിധ ആസ്തികൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമാണ്. ദീർഘകാല നിക്ഷേപ തീരുമാനങ്ങളെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അഥവാ മൂലധന ബഡ്ജറ്റിംഗ് തീരുമാനം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹ്രസ്വകാല നിക്ഷേപ തീരുമാനത്തെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് അഥവാ പ്രവർത്തന മൂലധന നിക്ഷേപ തീരുമാനങ്ങൾ എന്നും പറയുന്നു. രണ്ടാമത്തെ തീരുമാനമാണ് ഫിനാൻസിംഗ് ഡിസിഷൻ അഥവാ ധനസമാഹരണ തീരുമാനം. ഫിനാൻസിംഗ് ഡിസിഷൻ റെഫേഴ്സ് ടു ഡിസൈഡിംഗ് ദ കോമ്പോസിഷൻ ഓഫ് വേരിയസ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ്. It decides how much fund should be raised by issue of shares and how much should be raised by issue of debentures and by way of loans. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ദീർഘകാല മൂലധനത്തിൽ എത്രത്തോളം തുക ഉടമസ്ഥ മൂലധനമായും അതുപോലെ കടമായും സമാഹരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ധനസമാഹരണ തീരുമാനം. ധനസമാഹരണ തീരുമാനമെടുക്കുമ്പോൾ ഒരു സ്ഥാപനം ഉടമസ്ഥ മൂലധനത്തിൻ്റെയും കടത്തിൻ്റെയും ഒരു ശരിയായ മിശ്രണം പരിഗണിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ അഥവാ ലാഭവിഹിത തീരുമാനം. ഡിവിഡൻഡ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്. ഇറ്റ് ഡിസൈഡ്സ് ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഹൗ മച്ച് ഓഫ് ഇറ്റ് ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. ലാഭവിഹിതം എന്നത് ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യുന്ന ലാഭത്തിൻ്റെ ഭാഗമാണ്. ലാഭവിഹിത തീരുമാനം എന്നത് ലാഭവിഹിതത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കമ്പനിക്ക് ലഭിച്ച ലാഭത്തിൻ്റെ എത്ര ഭാഗം ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതമായി നൽകണം എന്നും അതുപോലെ എത്ര ഭാഗം ഭാവി ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കണം എന്നുമുള്ള തീരുമാനമാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അഥവാ മൂലധന ഘടന. ക്യാപിറ്റൽ സ്ട്രക്ചർ അഥവാ മൂലധന ഘടന. Capital structure refers to the mix or composition of long-term sources of funds such as debentures, long-term loans,
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ദീർഘകാല ധന ഉറവിടങ്ങളായ കടപ്പത്രങ്ങൾ, ദീർഘകാല വായ്പകൾ, മുൻഗണനാ ഓഹരി മൂലധനം, സാധാരണ ഓഹരി മൂലധനം, കരുതൽ ധനം എന്നിവയുടെയൊക്കെ മിശ്രണം അല്ലെങ്കിൽ ഘടനയെയാണ് മൂലധന ഘടന എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ആൻഡ് ബോറോഡ് ഫണ്ട്സ്. This is decided only after considering the cost and risk of each sources and its ability to generate returns. അതായത് ഉടമസ്ഥതാ മൂലധനത്തിൻ്റെയും അതുപോലെ തന്നെ വായ്പാ മൂലധനത്തിൻ്റെയും മിശ്രണമാണ് മൂലധന ഘടന. ഓരോ ഉറവിടത്തിൻ്റെയും ചെലവ്, നഷ്ടസാധ്യത, അവയുടെ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവ് എന്നിവയൊക്കെ പരിഗണിച്ച ശേഷം വേണം മൂലധന ഘടന തീരുമാനിക്കാൻ. ഇനി നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ലിവറേജ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാം. ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് ഇൻ ദ ഓവറോൾ ക്യാപിറ്റൽ ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ലിവറേജ്. Financial leverage is computed by using debt-equity ratio. If the return on investment is more than the interest rate, more debt can be used and vice versa. അതായത് ഒരു കമ്പനിയുടെ ആകെ മൂലധനത്തിലുള്ള ദീർഘകാല വായ്പാ ധനത്തിൻ്റെ അനുപാതത്തെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കുന്നതിന് കട ഉടമസ്ഥത അനുപാതം, അതായത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉപയോഗിക്കുന്നു. നിക്ഷേപത്തിന്മേലുള്ള വരുമാനം, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പലിശ നിരക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ സ്ഥാപനത്തിന് കൂടുതൽ കടമെടുക്കാൻ സാധിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ദ യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് such as debentures, loans and preference shares in the capital structure so as to increase the return on equity shares is called trading on equity. എന്ന് വെച്ചാൽ ഇക്വിറ്റി മൂലധനത്തിനുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു സ്ഥാപനം അവരുടെ മൂലധന ഘടനയിൽ കടപ്പത്രങ്ങൾ, പ്രിഫറൻസ് ഓഹരികൾ തുടങ്ങിയ സ്ഥിര വരുമാനമുള്ള സെക്യൂരിറ്റികൾ ഉപയോഗിക്കുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, മൂലധന ഘടനയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒന്നാമത്തെ പോയിന്റാണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ, പണപ്രവാഹത്തിൻ്റെ അവസ്ഥ. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ കോമ്പോസിഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ക്യാഷ് ഫ്ലോ എബിലിറ്റി ഓഫ് ദ ഫേം ടു മീറ്റ് ഇറ്റ്സ് ഫിക്സഡ് ലയബിലിറ്റീസ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥിര ബാധ്യതകൾ നിറവേറ്റുന്നതിനാവശ്യമായ പണം ഒഴുക്കുന്നതിനുള്ള കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മൂലധന ഘടന. പണം ഒഴുക്കാനുള്ള ശേഷി വളരെ കൂടുതലാണെങ്കിൽ ആ കമ്പനിക്ക് കടം വാങ്ങുന്ന സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ പണം ഒഴുക്ക് ശേഷി കുറവാണെങ്കിൽ ആ കമ്പനിക്ക് സാധാരണ ഓഹരി മൂലധനമായിരിക്കും കൂടുതൽ അനുയോജ്യം. സെക്കൻഡ് ഫാക്ടർ ഈസ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. The interest coverage ratio refers to the number of times earnings before interest and taxes of a company covers the interest obligation. അതായത് ഒരു കമ്പനിയുടെ പലിശയ്ക്കും നികുതിക്കും മുൻപുള്ള വരുമാനം അതിൻ്റെ പലിശ തുകയുടെ എത്ര മടങ്ങാണ് എന്ന് കാണിക്കുന്ന അനുപാതമാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. വളരെ ഉയർന്ന റേഷ്യോ ആണ് ഒരു കമ്പനിക്കെങ്കിൽ അവർക്ക് കടം വാങ്ങാനുള്ള ശേഷി വളരെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഫാക്ടർ ഈസ് ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. വായ്പാ ധനത്തിന്മേലുള്ള പലിശയും മുതലും തിരികെ നൽകുന്നതിനും മുൻഗണനാ ഓഹരി മൂലധനത്തിന്മേലുള്ള ലാഭവിഹിതം നൽകുന്നതിനുമാവശ്യമായ തുകയും കമ്പനിയുടെ ലാഭവും തമ്മിലുള്ള അനുപാതമാണ് ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഈ അനുപാതം ഉയരും തോറും ആ കമ്പനിയുടെ ബാധ്യതകൾ തീർക്കുന്നതിനുള്ള ശേഷിയും വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള കമ്പനികൾക്ക് കൂടുതൽ കടമെടുക്കാവുന്നതാണ്. ഫോർത്ത് ഫാക്ടർ ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപത്തിന്മേലുള്ള പ്രതിഫലം. ഒരു സ്ഥാപനത്തിന് അവരുടെ മൂലധന നിക്ഷേപത്തിൻ്റെ മുകളിൽ വളരെ ഉയർന്ന പ്രതിഫലം ലഭിക്കുകയാണെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി പരമാവധി പ്രയോജനപ്പെടുത്തി ഓരോ ഓഹരികളിന്മേലുള്ള പ്രതിഫലം, അതായത് ഏർണിംഗ് പെർ ഷെയർ വർദ്ധിപ്പിക്കാവുന്നതാണ്. അതായത് അങ്ങനെയുള്ള കമ്പനികൾക്ക് കൂടുതൽ വായ്പാധനം മൂലധനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നർത്ഥം. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് ഡെറ്റ്, കടം ലഭ്യമാക്കുന്നതിൻ്റെ ചിലവ്. A firm's ability to borrow at a lower rate increases its capacity to use higher debt. Thus, more debt can be used if debt can be raised at a lower rate. അതായത് കുറഞ്ഞ പലിശ നിരക്കിൽ ഒരു കമ്പനിക്ക് കടം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ വായ്പാധനം ഉപയോഗിക്കാം. സിക്സ്ത് ഫാക്ടർ ഈസ് ടാക്സ് റേറ്റ്, നികുതി നിരക്ക്. ഒരു സ്ഥാപനം കടമെടുക്കുന്നതിൻ്റെ പലിശ അവരുടെ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കടം ഉപയോഗിച്ച് നികുതി ബാധ്യതയും കുറയ്ക്കാൻ സാധിക്കുന്നു. നികുതി നിരക്ക് കൂടുന്ന സമയത്ത് ഇക്വിറ്റിയെ അപേക്ഷിച്ച് കടമെടുക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഉറവിടമായിരിക്കും.
മൂലധന ഘടനയെ സ്വാധീനിക്കുന്ന ഏഴാമത്തെ ഘടകമാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അഥവാ ഇക്വിറ്റിയുടെ ചെലവ്. വളരെ കൂടുതൽ വായ്പാധനം ഉപയോഗിക്കുന്ന സമയത്ത് ഓഹരി ഉടമകളുടെ ധനകാര്യ നഷ്ടസാധ്യത വർദ്ധിക്കുന്നു. നഷ്ടസാധ്യത കൂടുന്നതിനനുസരിച്ച് അവർക്ക് നൽകേണ്ട ലാഭവിഹിതവും വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത പരിധിക്കപ്പുറം വായ്പാധനം മൂലധന ഘടനയിൽ ഉൾപ്പെടുത്താനാവില്ല. എയ്ത്ത് ഫാക്ടർ ഈസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. സെക്യൂരിറ്റികൾ വിപണിയിലിറക്കുന്നതിൻ്റെ ചിലവ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ റേസിംഗ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഉടമസ്ഥ ഓഹരികൾ വിപണിയിൽ വിതരണം ചെയ്യുന്നതിന് ഒട്ടേറെ ചെലവുകളുണ്ട്. വായ്പാധനത്തിന് അത്തരം ചെലവുകൾ വളരെ കുറവാണ്, പക്ഷേ ഓഹരികൾക്ക് അത് കൂടുതലായിരിക്കും. അടുത്ത ഫാക്ടർ റിസ്ക് കൺസിഡറേഷൻ, നഷ്ടസാധ്യത. യൂസ് ഓഫ് ഡെറ്റ് ഇൻക്രീസസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് എ ബിസിനസ്. വായ്പാധനത്തിൻ്റെ ഉപയോഗം ഒരു സ്ഥാപനത്തിൻ്റെ ധനകാര്യ നഷ്ടസാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ വ്യാപാര നഷ്ടസാധ്യത അഥവാ ബിസിനസ് റിസ്ക് കൂടുതലാണെങ്കിൽ ആ സ്ഥാപനത്തിന് കൂടുതൽ വായ്പാധനം ഉപയോഗിക്കാൻ സാധ്യമല്ല. നെക്സ്റ്റ് ഫാക്ടർ ഫ്ലെക്സിബിലിറ്റി അഥവാ വഴക്കം. The capital structure should be designed in such a way that the company should be able to effect changes as and when required. അതായത് ഒരു കമ്പനിക്ക് ആവശ്യമുള്ളപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന തരത്തിലാണ് അവരുടെ മൂലധന ഘടന രൂപകൽപ്പന ചെയ്യേണ്ടത്. വായ്പാധനം വളരെ അയവുള്ളതായതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ വർദ്ധിപ്പിക്കുവാനും അതുപോലെ കുറയ്ക്കുവാനും സാധിക്കും. 11ാമത്തെ ഫാക്ടറാണ് കൺട്രോൾ അഥവാ നിയന്ത്രണം. If the company wants to retain the control of existing shareholders, it can raise funds by issuing debentures or preference shares. അതായത് ഓഹരി ഉടമകൾക്ക് മാനേജ്മെൻറ്റിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ വായ്പാധനത്തെ ആശ്രയിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നിയന്ത്രണം മറ്റുള്ളവർക്ക് കൈമാറണം എന്നുണ്ടെങ്കിൽ സാധാരണ ഓഹരികൾ ഇറക്കാവുന്നതാണ്. നെക്സ്റ്റ് ഫാക്ടർ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, നിയമപരമായ ചട്ടക്കൂട്. There are certain legal requirements have to be followed by companies for raising fund by issue of shares and debentures. അതായത് ഓഹരികളും കടപ്പത്രങ്ങളുമൊക്കെ ഇറക്കി പണം സ്വരൂപിക്കുന്നതിന് കമ്പനികൾ ചില നിയമപരമായ വ്യവസ്ഥകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ. മൂലധന ഘടന രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ നിയമപരമായ ഘടകങ്ങൾ കൂടി ബിസിനസ് സ്ഥാപനങ്ങൾ പരിഗണിച്ചിരിക്കണം. 13ാമത്തെ ഫാക്ടറാണ് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ്, മൂലധന വിപണിയിലെ സാഹചര്യം. ഇഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ ബുള്ളിഷ്, യൂസ് ഓഫ് ഇക്വിറ്റി ഈസ് മോർ പ്രിഫേർഡ്. ഡ്യൂറിങ് എ ബെയറിഷ് ഫേസ്, എ കമ്പനി മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റേസ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ഇറ്റ് മേ ചൂസ് ഡെറ്റ്. അതായത് മൂലധന വിപണി ഉയർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇക്വിറ്റികൾ വിതരണം ചെയ്യുന്നതാണ് കമ്പനിക്ക് കൂടുതൽ നല്ലത്. നേരെ മറിച്ച് വിപണി മാന്ദ്യം നേരിടുന്ന സമയത്താണെങ്കിൽ വായ്പാധനത്തെ ആശ്രയിക്കുന്നതായിരിക്കും കൂടുതൽ മെച്ചം. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനീസ്, മറ്റു കമ്പനികളുടെ മൂലധന ഘടന. A useful guideline in the capital structure planning is the debt-equity ratios of other companies in the same industry. There are usually some common industry norms which may help. എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ മൂലധന ഘടന തീരുമാനിക്കുമ്പോൾ അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികളുടെ മൂലധന ഘടന മാതൃകയാക്കാവുന്നതാണ്. ഒരേ വ്യവസായത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾക്കുള്ള ചില പൊതുവായ മാനദണ്ഡങ്ങൾ ഇവിടെ നമുക്ക് സഹായകമായേക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫാക്ടേഴ്സ് ഇവയൊക്കെയാണ്: ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ഡെറ്റ്, ടാക്സ് റേറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, റിസ്ക് കൺസിഡറേഷൻ, ഫ്ലെക്സിബിലിറ്റി, കൺട്രോൾ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനീസ്. ക്യാപിറ്റൽ സ്ട്രക്ചറിന് ശേഷം ഇനി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ, സ്ഥിര മൂലധനവും പ്രവർത്തന മൂലധനവും. മാനേജ്മെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, സ്ഥിര മൂലധനത്തിൻ്റെ മാനേജ്മെൻറ്റ്. ഫിക്സഡ് ക്യാപിറ്റൽ refers to the investment in long-term assets like land, building, plant, machinery, etc. Management of fixed capital involves allocation of firm's capital to different projects or assets with long-term implications for the business. These decisions are called investment decisions or capital budgeting decisions. അതായത് ഭൂമി, കെട്ടിടം, പ്ലാന്റ്, യന്ത്രസാമഗ്രികൾ തുടങ്ങിയ ദീർഘകാല ആസ്തികളിലുള്ള നിക്ഷേപത്തെയാണ് സ്ഥിര മൂലധനം എന്ന് പറയുന്നത്.
ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ദീർഘകാല സ്വാധീനം ചെലുത്തുന്ന അവരുടെ സ്ഥിര ആസ്തികളിലും വിവിധ പദ്ധതികളിലുമൊക്കെ സ്ഥിര മൂലധനം വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻ്റാണ് സ്ഥിര മൂലധന മാനേജ്മെൻറ്റ്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെ നിക്ഷേപ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മൂലധന ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനം എന്താണെന്ന് നോക്കാം. Working capital is the portion of capital required for investing in the short term or current assets. It is the capital investment in the current assets like inventory, bills receivable, sundry debtors, cash at bank, and cash required for meeting the expenses like salaries, wages, rent, printing and stationery, etc. അതായത് ഹ്രസ്വകാല ആസ്തികളിൽ നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ മൂലധനമാണ് പ്രവർത്തന മൂലധനം. ഹ്രസ്വകാല ആസ്തികളായ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക്, ബില്ലുകളിൽ നിന്ന് കിട്ടാനുള്ള തുക, ഡെറ്റേഴ്സ്, ബാങ്കിലുള്ള പണം എന്നിവയിലുള്ള നിക്ഷേപത്തിനും അതുപോലെ തന്നെ ശമ്പളം, വേതനം, വാടക, പ്രിൻറ്റിംഗ്, സ്റ്റേഷനറി തുടങ്ങിയ ദൈനംദിന ചിലവുകൾക്കുമായി ആവശ്യമുള്ള പണത്തെയാണ് പ്രവർത്തന മൂലധനം എന്ന് വിളിക്കുന്നത്. There are two concepts of defining working capital. അതായത് പ്രവർത്തന മൂലധനത്തെക്കുറിച്ച് ഇനി പറയുന്ന രണ്ട് ആശയങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ മൊത്തം പ്രവർത്തന മൂലധനം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്സ്. അതായത് നിലവിലെ ആസ്തികളുടെ മൊത്തം മൂല്യത്തെയാണ് മൊത്തം പ്രവർത്തന മൂലധനം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് അറ്റ പ്രവർത്തന മൂലധനം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അതായത് ഹ്രസ്വകാല ആസ്തികൾ മൈനസ് ഹ്രസ്വകാല ബാധ്യതകൾ. ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ ഫോക്കസ് ഏരിയ ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞു. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.